നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്നൊരു വിശേഷമാണ്. കുറച്ച് ദിവസമായി നമ്മൾ പറയുന്നുണ്ട് ഇങ്ങനെ വിക്രത്തിന് വേണ്ടിയിട്ട് ദർശൻ വാദിക്കാൻ വരും, അങ്ങനെയൊക്കെ വിക്രത്തിനെ രക്ഷിക്കുമെന്നൊക്കെ. അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് ഇനിയിപ്പം നാളെ മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കാണാനായിട്ട് പോകുന്നത്. അവസാനം വിക്രത്തിനെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസം വരുവാണ്. അങ്ങനെ ശ്രീനിവാസനൊക്കെ വരുന്ന സമയത്താണ് ആ സമയത്ത് രാജേട്ടനും സജീവനുമൊക്കെ ആ സത്യം തിരിച്ചറിയുന്നത്. വക്കാലത്ത് നിന്ന് രാമൻ മേനോൻ പിന്മാറി എന്നുള്ള കാര്യം. കാരണം രാമൻ മേനോനായിരുന്നു വിക്രത്തിന് വേണ്ടി ബാധിച്ചുകൊണ്ടിരുന്നത്. കാരണം വാസവനെ ഭയന്നിട്ടായിരിക്കും അയാൾ പിന്മാറിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ വിക്രത്തിന് വേണ്ടി ആര് വരും? വിക്രം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ഒരു കൂസലും ഇല്ലായിരുന്നു. വിക്രം പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല ശ്രീനിവാസ് സാറേ. എന്താന്ന് വെച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പിന്നെ എന്ത് സംഭവിച്ചാലും അത് ഒട്ടും കുറഞ്ഞു പോകത്തില്ല. കാരണം ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പറയാണ്. ശ്രീനിവാസൻ പറഞ്ഞു, ഞാനും കൂടെ പറഞ്ഞിട്ടല്ലേടാ നിന്നെ രക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലോ. അതൊന്നും ഓർത്തിട്ട് സാറ് ഭയക്കണ്ട, സാറ് ധൈര്യമായിട്ടിരുന്നോ. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറയണം. ആ സമയത്ത് വല്ലാത്ത ടെൻഷനായിരുന്നു സജീവനാണെങ്കിലും രാജേട്ടനാണെങ്കിലും. എന്നാൽ ഈ അവസാന നിമിഷം അയാൾ കാല് വാരുന്നത് ഒട്ടും ശരിയായില്ലെന്ന് പറയാണ്. അയാൾക്ക് ഒരു വാക്ക് മുമ്പേ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീനിവാസൻ പറഞ്ഞു, അയാൾ നേരത്തെ പറയുമായിരുന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്യില്ലായിരുന്നോ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും പോലീസുകാരൻ വന്നിട്ട് പറഞ്ഞു, അതെ സമയം കഴിഞ്ഞെന്ന് പറയണം. അങ്ങനെ വിക്രത്തെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാം. ഈ സമയത്താണ് കമലയും നന്ദിനി അങ്ങോട്ട് വരുന്നത്. കമല വന്നിട്ട് ശ്രീനിവാസനോട് ചോദിച്ചു, എന്തായി സാറേ കാര്യങ്ങൾ, എൻ്റെ വിക്രത്തിന് ജാമ്യം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജേട്ടൻ പറഞ്ഞു, അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് കമലയടുത്തി എന്ന് പറയാം. പ്രശ്നമോ? എന്ത് പ്രശ്നം? എൻ്റെ മോനെ ഇന്ന് ജാമ്യം കിട്ടത്തില്ലേ, അവനെ വീണ്ടും കോടതിയിലേക്ക് കൊണ്ടുപോവോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ വേറൊന്നുമല്ല, വിക്രത്തിൻ്റെ കേസ് ഏറ്റെടുത്ത വക്കീൽ അതിൽ നിന്ന് പിന്മാറി എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമലത്തിൻ്റെ നെഞ്ചിനകത്ത് ഇടിവെട്ടി. എൻ്റെ ഭഗവാനെ, താൻ എന്തായി കേൾക്കണേ? അപ്പം തൻ്റെ മോനിന്ന് ജാമ്യം കിട്ടത്തില്ലേ? നോക്കാം കമലെടുത്തി, എന്താന്ന് വെച്ചാൽ കോടതി കൂടട്ടെ, അതിനുശേഷം ചിലപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്കറിയാമെന്നൊക്കെ പറയണം. എന്നാലും വിചാരണ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വിചാരണ എന്താണെന്ന് കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ. അതിനുശേഷം എന്നുള്ള വിധിയൊക്കെ വരാൻ പോകുന്നുള്ളൂ. പിന്നെ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. ഈ സമയം ശ്രീനിവാസൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയണം. അങ്ങനെ കമലനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് അവരങ്ങോട്ട് കയറിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും കമല ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പം നന്ദിനി പറഞ്ഞു, ഇവിടെ നിന്നിട്ട് എന്താമ്മ കാര്യം, ബാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ അവരും കൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞിട്ടാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദ അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് ശ്രീനിവാസനൊക്കെ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു കോടതിയിലേക്ക് കയറാൻ പാത്തിന്. വേദ അവരെ ഒന്ന് പാളി നോക്കി. എന്നിട്ട് വേദ ആരെയും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും രാജേട്ടൻ വന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ തീരുമാനം ഒന്നുകൂടെ നീ ആലോചിച്ചിട്ട് പോരെ, അങ്ങനെ ഒരു തീരുമാനം നീക്കും. അത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, ഇല്ല രാജേട്ടാ, ഞാനൊരു തീരുമാനം എടുത്ത അതിലൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വേദ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുന്നത്. ആ സമയം ശ്രീനിവാസൻ പറഞ്ഞു, അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല രാജ, അവൾ എന്തായാലും രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. അവളും മനസ്സുറപ്പുള്ള പെണ്ണ, അവളുടെ തീരുമാനത്തെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ സാധിക്കുന്ന കാര്യമില്ല. വിക്രത്തെ രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നാണ് ഇപ്പം അറിയേണ്ടതെന്ന് പറയാണ്. ഒരുപക്ഷെ ഇന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ നാളെ എന്താ സംഭവിക്കുന്നത്? ആ ചെറുക്കൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റാൻ വഴിയില്ല, പിന്നെ പറയാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ എല്ലാവരും വിഷമത്തോടു കൂടിയിട്ടാണ് കോടതിയിലേക്ക് കയറുന്നത്. വേദം കയറി. അങ്ങനെ കോടതി കയറി. വിക്രത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ ആരുമില്ലെന്ന് ഓർത്തണ്ട് അവരിയ്ക്കുന്നത്. പക്ഷേ എങ്കിൽ വിക്രത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് വക്കാലത്ത് ഏറ്റെടുത്തോണ്ട് ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട്. ആരും പ്രതീക്ഷ കാര്യമല്ല. വിക്രത്തിൻ്റെ കേസ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്ത് അങ്ങനെ കൂട്ടിലേക്ക് കയറി നിൽക്കുകയാണ്. ഈ സമയത്ത് വിക്രത്തിന് വേണ്ടി വാദിക്കാനായിട്ട് ദർശൻ അങ്ങോട്ട് കോട്ടിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ വിക്രത്തിൻ്റെ വക്കീലാണ്, വിക്രത്തിൻ്റെ വക്കാലത്ത് ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നു പറയാം. ഒരു നിമിഷം കോടതിയിലുള്ള എല്ലാവരും ഞെട്ടിപ്പോയി. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദർശനെ അമ്പരപ്പോട് കൂടിയിട്ടാണ് വേദ നോക്കുന്നത്. ദർശനോ കേസ് ഏറ്റെടുത്തുന്നോ? ഇതെങ്ങനെ? ഒന്നും കൂടെ എന്താ ചെയ്യേണ്ടേ എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. ദർശനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേസ് വിജയിക്കും എന്നുള്ള കാര്യം വേദയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം ദർശന അത്രയ്ക്ക് നല്ലവനാണ്. ആ സമയത്ത് വാസവൻ്റെ മുഖത്ത് നെറ്റിയിലൊക്കെ ചുളുകൾ വീടും. വാസവന് ഇങ്ങനെ നോക്കുന്നുണ്ട് ദർശനെ. പക്ഷേങ്കിൽ ദർശന അതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം രാമൻ മേനോനെ മാറ്റിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വിക്രത്തിന് വേണ്ടിയിട്ട് ആരും വരത്തില്ല, വിക്രത്തിന് ജയിലിൽ തനിക്ക് കിട്ടും എന്നൊരു ചിന്തയായിരുന്നു വാസവൻ്റെ മനസ്സിൽ. അങ്ങനെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിപ്പിച്ചുകൊണ്ടാണ് ദർശൻ അങ്ങോട്ടേ വിക്രത്തിന് വേണ്ടി വാദിക്കാൻ കയറിയത്. പിന്നീട് വിക്രത്തിനെ കയറ്റിയെടുത്ത് വിസ്തരിക്കുന്നുണ്ട്. അതിനുശേഷം വേദയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഇതിൻ്റെ നാളെയാണ് അതിൻ്റെ ബാക്കി ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വിധിയൊന്നും പറഞ്ഞില്ല. ഇന്നത്തെ ഇത് കഴിഞ്ഞു, ബാക്കി നാളെ ചർച്ച ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത്
കമല നന്ദിനിയോട് പറഞ്ഞു, അല്ല നന്ദിനി, ഇതെന്താ ദർശനായിരുന്നു വാദിക്കാൻ വന്നതെന്ന് ചോദിക്കാം. എനിക്കറിയില്ല അമ്മേ, എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. ഈ ദർശൻ വക്കീൽ വന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ എന്ന് ചോദിക്കുക. എന്ത് ചതി? അപ്പോഴേക്ക് ശ്രീജ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ നന്ദിനി നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക. എനിക്ക് തോന്നുന്ന മിക്കവാറും ഉണ്ടല്ലോ ഇതവള് വിക്രത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ വന്നായിരിക്കും ആ ദർശൻ എന്ന് പറയുന്നവൻ. അങ്ങനെയൊക്കെ ദർശൻ വക്കീൽ ചെയ്യുമെന്ന് ശ്രീജ ചോദിക്കുക. പറയാൻ പറ്റില്ല ശ്രീജേടത്തി, മിക്കവാറും കണ്ടില്ലേ വേദയ്ക്ക് കൂട്ടായിട്ട് സപ്പോർട്ടായിട്ട് വന്നായിരിക്കും, വിക്രത്തിനെ അകത്തേക്ക് വിടാനായിരിക്കും എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ വിക്രത്തിൻ്റെ ജീവൻ അപകടം അമ്മയെന്നൊക്കെ വെറുതെ നന്ദിനി അങ്ങോട്ട് തട്ടി വിടുവാണ്. ഈ സമയത്ത് കമല ചോദിച്ചു, അങ്ങനെയൊക്കെ വരുമോ? അല്ല ഈ പറയുന്ന ദർശനെ ആരായിരിക്കും കേസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കുക? അത് പിന്നെ ആരായിരിക്കും? വേദ തന്നെ ആയിരിക്കും എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാമേ, ഞാൻ ഇന്ന് ചോദിക്കട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും ദർശനം എല്ലായിടും വന്നു. ദർശൻ്റെ അടുത്തേക്ക് എന്നിട്ട് നന്ദിനി ചോദിച്ചു, അല്ല ദർശൻ വക്കീലാണോ ഈ കേസ് ഏറ്റെടുത്തത്? മുമ്പേ വേറൊരു വക്കീലായിരുന്നല്ലോ, പിന്നീട് ദർശൻ വക്കീലിനെ ആരെ കേസ് ഏൽപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ദർശൻ പറഞ്ഞു, അതെ ഞാൻ എന്തായാലും വക്കീലായിട്ട് ഇരിക്കുമല്ലേ, അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കേസുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഞാനിതുകൊണ്ട് ഈ കേസ് ഏറ്റെടുത്തു. നമുക്ക് ജയിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ നമ്മളൊരു കേസ് ഏറ്റെടുക്കുള്ളൂ. ആ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ കേസ് ഏറ്റെടുക്കുന്നത്. പിന്നെ ജയവും തോൽവിയൊക്കെ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദിനിയുടെ മുഖം അങ്ങോട്ട് മാറി. അപ്പോഴേക്കും നന്ദിനി ചോദിച്ചു, അല്ല സത്യം പറ, വേദയാണോ കേസ് ഏൽപ്പിച്ചത്? ഈ കേസിൽ വിക്രത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദർശൻ ചോദിച്ചു, അല്ല ഇതൊക്കെ നന്ദിനിയാണ് ആരാ പറഞ്ഞെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ. ശ്രീജ പറഞ്ഞു, ദർശൻ ഇത് പറയുന്നൊന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയണം. കമൽ പറഞ്ഞു, എനിക്കറിയില്ല നിങ്ങൾ ആരെ കേസ് ഏൽപ്പിച്ചതെന്ന്, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആരെ ഏൽപ്പിച്ചാലും എൻ്റെ മോനെതിരായിട്ട് നിങ്ങളൊന്നും പറയരുത്. എൻ്റെ മോനെ എങ്ങനെയും രക്ഷിക്കണം. ഇതൊരു പെറ്റമ്മയുടെ അപേക്ഷയെന്നും പറഞ്ഞുകൊണ്ട് ദർശന് മുന്നിൽ ഇങ്ങനെ കൈകൂപ്പാണ്. ഇത് സമയം ദർശൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ, അമ്മ ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദർശന കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് ദർശനം അങ്ങോട്ട് പോകുമ്പോഴത്തേനുമാണ് വേദ എങ്ങോട്ടേക്ക് വരുന്നത്. വേദ ദർശൻ്റെ അരിയിലേക്ക് വരുവാണ്. എന്നിട്ട് പറഞ്ഞ്, എന്താണെങ്കിലും ദർശൻ ഈ കേസ് ഏറ്റെടുത്ത് ഒട്ടും ശരിയായില്ലെന്ന് പറയണം. അതെന്താ വേദ അങ്ങനെ പറഞ്ഞേ? നീ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കണം. അത് പിന്നെ ദർശൻ അറിയില്ല ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വിക്രത്തിനെതിരായിട്ട് മൊഴി കൊടുക്കാൻ തീരുമാനിച്ചതെന്ന്. അത് കേട്ടപ്പോൾ ദർശൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കേസ് ഏറ്റെടുത്തതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്, അത് വേദയ്ക്കും അറിയില്ല എന്ന് പറയണം. എന്ത് കാരണം? ദർശൻ എന്ത് കാരണമോ? എൻ്റെ മനസ്സ് ദർശന് മനസ്സിലാക്കാൻ പറ്റിയില്ല, അതാണിപ്പം ദർശൻ ഈ കേസ് ഏറ്റെടുത്തത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദർശൻ പറഞ്ഞു, ഞാനൊരു വക്കീലാണ് അറിയാലോ, വേദന എടുത്ത ഒരാൾക്ക് കേസുമായിട്ട് വന്ന് കേസ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന നോക്കും, എന്നിട്ട് നല്ല കേസായിട്ട് ആണെങ്കിൽ ഏറ്റെടുക്കില്ലെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഞാനും ചെയ്തിട്ടുള്ളതെന്ന് പറയാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടെന്ന് നിൽക്കും. ഒന്നുമില്ലയെന്ന് പറയണം. ദർശനം അങ്ങോട്ടേക്ക് പോയി. വേദയ്ക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വിക്രം പുറത്തിറങ്ങും. വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക, അതൊക്കെ ഓർത്തിട്ട് വേദയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. പിന്നീട് വേദ ഓർത്തു, അല്ല താൻ വിക്രത്തിന് വേണ്ടിയിട്ടല്ലേ ഇത്തരം കഷ്ടപ്പാടുകളൊക്കെ സഹിക്കുന്നത്, ഒരു പക്ഷേങ്കിൽ വിക്രത്തോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. താൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്, വിക്രത്തിനെതിരെ മൊഴി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വിക്രം എന്തെങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് കരുതിയിട്ട് വേദ നേരെ വിക്രം വരുന്ന സമയത്ത് അവിടെ നിൽക്കുകയാണ്. പിന്നീട് പോലീസുകാരോട് പറഞ്ഞു, എനിക്കൊരു 2 മിനിറ്റ് സംസാരിക്കാൻ തരാമെന്ന് ചോദിക്കാം. പെട്ടെന്ന് വേണമെന്നൊക്കെ പറയണം. ഈ സമയത്ത് വിക്രത്തെ മാറ്റിക്കൊണ്ട് വേദ അങ്ങടിച്ച് മാറി നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വിക്രം ഞാൻ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കുമ്പോൾ വിക്രത്തിന് എന്നോട് ദേഷ്യമല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടാൽ വിക്രം പറഞ്ഞു, നീ നിൻ്റെ കാര്യം എന്താ വെച്ചാൽ പറഞ്ഞു, നീ കണ്ട കാര്യം പറഞ്ഞു, അതിനിപ്പം എനിക്കറിയാം വിക്രത്തിനോട് ദേഷ്യമെന്ന്, പക്ഷേങ്കിൽ ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തതെന്നറിയാമെന്ന് ചോദിക്കും. എന്തിനു വേണ്ടിയാ? ഞാൻ വിക്രത്തിനെതിരെ മൊഴി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വിക്രത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാന്ന് പറയാം. രക്ഷയ്ക്ക് വേണ്ടിയിട്ടോ? അത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. കാരണം വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാസവൻ MLA വിക്രത്തെ തീർക്കും. അപ്പം ഞാൻ നോക്കിയിട്ട് വേറെ വഴിയില്ല. വിക്രം ജയിലിലാണെങ്കിൽ വിക്രം സേഫാന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ തീരുമാനം എടുത്തത്. അല്ല അല്ലെങ്കിൽ ഒരിക്കലും വിക്രത്തിനെതിരായിട്ട് ഞാൻ മൊഴി കൊടുക്കില്ലായിരുന്നു പറയാണ്. പിന്നെ ആ വാസവൻ MLAയുടെ മോനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവനെക്കുറിച്ച് ആർക്കും നല്ലത് പറയാനൊന്നുമില്ല. പക്ഷേ ഈ സമയത്ത് വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, കാരണം എൻ്റെ കഴുത്തിൽ താലിയാർത്തിയാളെ വിക്രം, ഞാൻ അത്രയധികം വിക്രത്തിനെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാനിത് പറയണേന്ന് പറയണം. വിക്രം അറിഞ്ഞിരിക്കണം എൻ്റെ മനസ്സെന്താന്ന്. വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും വിക്രത്തിന് മനസ്സിലാവണമെന്ന് പറയണം. അപ്പോഴേക്ക് CI വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ കഴിഞ്ഞില്ലെന്ന് ചോദിച്ച് ചീത്ത പറയണം. പെട്ടെന്ന് വിക്രത്തെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. വേദയ്ക്ക് എന്തോ മനസ്സിലൊരു ആശ്വാസമൊക്കെ തോന്നി. താൻ പറയാൻ വന്നതെല്ലാം പറഞ്ഞു, ഇനിയിപ്പോൾ പേടിക്കേണ്ടതില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. വിക്രമെങ്കിലും തൻ്റെ മനസ്സ് മനസ്സിലാക്കിയല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ 1-2 ദിവസം നമ്മൾ
കോടതി വാദം അങ്ങനെയൊക്കെ ആയിരിക്കും കാണാനും കേൾക്കാനായിട്ടും പോകുന്നത്. എന്താണെങ്കിലും വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ അവസാനം വിക്രം പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അത് മാത്രമല്ല, ദർശന ആര് പറഞ്ഞിട്ടാണ് വക്കാലത്തുമായിട്ട് വരുന്നതെന്ന് അറിയണ്ടേ? അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.